സെഗ്മെന്റ്, ഡീസലാണ്. ഏകദേശം 20-22 ഇടയിൽ മൈലേജ് കിട്ടും അമേഴ്സൊക്കെ. അതെ അതെ തീർച്ചയായും. 22 അതിന് മേലെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2013 മോഡല്. ഓണർഷിപ്പ് എത്രയാ? ഇത് ഫസ്റ്റ് ഓണർ 2017 മോഡൽ. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് ടൈറ്റാനിയം ടോപ്പിന്റെ തൊട്ട് താഴെ. 2017 ലോ കിലോമീറ്റർ സെലറിയോ ആണ്. മാനുവൽ വാഗണറിനൊക്കെ മൈലേജ് ഉണ്ടാവും. 14-17 റേഞ്ച് മൈലേജ് കിട്ടും. അതെ അതെ. ഓക്കെ, അപ്പോൾ സർവീസ് ഇതെല്ലാം കഴിഞ്ഞോ? മേജറൊക്കെ കഴിഞ്ഞോ? 1 ലക്ഷത്തിന്റെ ഒക്കെ കഴിഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞു. 1.5 അതും ഫുള്ള് സർവീസ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തൊട്ട് ചെയ്തിട്ടുണ്ടല്ലേ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു ഷോറൂം, നമ്മൾ ഇതുവരെ ചെയ്യാത്ത ഒരു യൂസ്ഡ് കാർ ഷോറൂം വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. റോയൽ കാർസ് അല്ലേ? അതെ. സ്വാഗതം. ആൽബർട്ട് ഏട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം. ഓക്കെ, അപ്പൊ എത്ര കാലം ഈ ഒരു ഷോറൂം തുടങ്ങി? ഇത് 20 വർഷമായി. 20 വർഷത്തിന് മേലെ. 2004 സെപ്റ്റംബറിൽ തുടങ്ങിയതാണ് ഷോറൂം. ഒരു 21 വർഷം താഴെയായി. സെപ്റ്റംബറിൽ തുടങ്ങിയതാണ്. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് ഇരിഞ്ഞാലക്കുടയാണ്. തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് റോഡിൽ ജംഗ്ഷനിൽ, ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിൽ അതിന്റെ സൈഡിൽ തന്നെയാണ് ഷോറൂം വരുന്നത്. അപ്പോൾ എന്താ പറയാ, ഏതൊക്കെ സെഗ്മെന്റ് വണ്ടികൾ ഈ ചെറിയ ബഡ്ജറ്റ് തന്നെയാണ് കൂടുതൽ? ഒരു 5 ലക്ഷം രൂപ താഴെ അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളാണ് കൂടുതൽ. ഇപ്പൊ ഇവിടെ ടോട്ടൽ എത്ര സ്റ്റോക്ക് ഉണ്ട്? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇത് കൂടാണ്ടും വണ്ടികളുണ്ട്. ഏകദേശം ഒരു 40-50 ഇടയിൽ വണ്ടികളുണ്ട് നമ്മുടെ കയ്യിൽ. പിന്നെ ഇവിടെ സ്ഥലപരിമിതി, പിന്നെ മഴ, അത് കാരണം പിന്നെ റോഡ് പണി നടക്കുക. ഇവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചേക്കാം. അത് കാരണം ഇതിന്റെ ഉള്ളിൽ ഇടാൻ പറ്റാണ്ടായപ്പോ നമുക്ക് വേറെ ഷെഡ് ഉണ്ട് അവിടെ. അപ്പൊ അതിലാണ് വണ്ടികൾ കുറച്ചും കൂടി വണ്ടികളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കൂടുതലും 5 ലക്ഷത്തെ താഴെയുള്ള നമ്മളിന്ന് കാണിക്കാൻ പോകുന്നല്ലേ. അപ്പൊ ഒരു ഓണമൊക്കെ ആയിട്ട് എന്തായാലും എല്ലാവരും വണ്ടി എടുക്കട്ടല്ലേ. ഓക്കെ, അപ്പൊ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാൾ എടുക്കാൻ വരുമ്പോൾ അവർക്ക് ക്വാളിറ്റി തന്നെയാണ് മെയിൻ ആയിട്ട് പോകുന്നത്. ഇതിലേക്ക് എടുക്കണതില് മാക്സിമം വണ്ടികള് സെക്കൻഡ് ഓണറിനേക്കാളും കൂടുതലുള്ള ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഒരു 99%, ഒരു 95 മേലെ ശതമാനത്തില് ഒക്കെ കമ്പനി സർവീസ് വണ്ടികളായിരിക്കും. കമ്പനി സർവീസ് ഒക്കെ ഷോറൂം സർവീസ്. അതേപോലെ ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളുള്ള വണ്ടികൾ ഒന്നും എടുക്കുന്നില്ല നമ്മളിവിടെ. അത് നമ്മൾ ഈ 20 വർഷമായിട്ടും അങ്ങനെ പറഞ്ഞിട്ട് തിരിച്ചൊരു വണ്ടി പോലും ഇവിടേക്ക് വന്നു. എന്നാലും മൈനർ കേസുകൾ മാത്രം, അതായത് ഒരു ഗ്ലാസ് മാറി വണ്ടി അടക്കം ഇതിലേക്ക് എടുക്കുന്നുണ്ടാവില്ല. നമ്മൾ അത്രയും ഇത് ചെയ്തിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്ര കാലമായിട്ടും അന്ന് തൊട്ടുള്ള കച്ചവടം കൂടുതലല്ലാണ്ട് കുറഞ്ഞിട്ടില്ല ഏതോ ഓഫ് സീസണിൽ. ആയിക്കോട്ടെ, എന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊണ്ടാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ? ആദ്യം നമുക്കൊരു അമേസിൽ തുടങ്ങാം. KL 24 രജിസ്ട്രേഷൻ വാഹനമാണ്. കുറച്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ്, ഡീസലാണ്. ഏകദേശം 20-22 ഇടയിൽ മൈലേജ് കിട്ടും അമേഴ്സൊക്കെ. അതെ അതെ തീർച്ചയായും. 22 അതിന് മേലെ കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2013 മോഡല്. പിന്നെ 1,07,000 കിലോമീറ്റർ ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുള്ള് ഷോറൂം സർവീസ്. ഇപ്പൊ 1 ലക്ഷത്തിന്റെ മേജർ സർവീസ് കഴിഞ്ഞതാ. ശരി, ഓക്കെ ഓക്കെ. പിന്നെ ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കണേ. സെക്കൻഡ് ഓണർ 2013. ഓപ്ഷൻ ഏതാ? എസ് വരിക? എസ് ഓപ്ഷനിൽ വരുന്നത് എസ് ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട്. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. ഓക്കെ, നല്ല മൈലേജ് ഉള്ളൊരു, മെയിൻ്റനൻസും കുറഞ്ഞ. ഇപ്പം എന്ന് വെച്ചാൽ മേജർ ചെയ്ത് വെച്ചേക്കാണ്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യാനില്ല. 10,000 കൂടുമ്പോൾ ആ ഓയിൽ സർവീസ് മാത്രം ചെയ്തു പോയാൽ അല്ലേ? പിന്നെ ബ്രേക്ക് പാഡ് മാറുക, അതും ഇനി ഒരു 1-10 ചെയ്യേണ്ടവരുള്ളൂ. ഓക്കെ, നിലവിലൊന്നും ചെയ്യാനില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3,15,000 രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ചോദ്യമാണ്, കുറച്ച് കൊടുക്കാം. ഒരു സ്ലൈറ്റ് വേരിയേഷൻ ഒക്കെ. ഓക്കെ, 3,15,000 2013 എസ് ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ, ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഡീസൽ അമേസ് ആണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാൻ ഒരു ക്ലെയിമില്ല. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനം. ഓക്കെ, ഇവിടെ തന്നെ ചെക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? ഷോറൂമുകളുണ്ട് അല്ലേ? എല്ലാത്തിനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര വരില്ല? ഒരു 2.25 കിട്ടും. ഇതിനൊരു 2.5-2.25 ഇടയിൽ ലോൺ കിട്ടും ഇടയിലായിട്ട്. പിന്നെ അവരുടെ പ്രൊഫൈലും കാര്യവും ട്രാക്ക് അനുസരിച്ച് ആ ട്രാക്കിലേ കിട്ടുള്ളൂ. ബാക്കി വണ്ടിക്ക് വാല്യൂഷൻ ചെയ്താൽ അത്രയും കിട്ടും അല്ലേ ഏകദേശം. ഓക്കെ, അടുത്ത വാഹനം ഡാറ്റ്സൺ റെഡിഗോ KL 45 രജിസ്ട്രേഷൻ അല്ലേ? അതെ, ഇരിങ്ങാലക്കുട തന്നെ പ്രോപ്പർ ഇവിടെ തന്നെ അല്ലേ? ഇരിങ്ങാലക്കുട. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 സിംഗിൾ ഓണർ. ഓക്കെ, 85,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്കലി വരുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് 1000 cc ആണ് വരുന്നത് വാഹനം. ഓക്കെ, 2018 സിംഗിൾ ഓൺഷിപ്പ് തന്നെ കിടക്കാണ്. കിലോമീറ്റർ ഇതും 85,000 ഫുള്ള് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഷോറൂം സർവീസ് ഉണ്ട്. ഒരു ക്ലെയിമും ഇല്ല. ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ
ഓട്ടോമാറ്റിക് വണ്ടി. ഇതിൻ്റെ പ്രത്യേകിച്ച് മൈലേജ് കിട്ടും. ഓട്ടോമാറ്റിക് ആണെങ്കിൽ കൂടി ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടും. ടൗണിലൊക്കെ ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇതിൽ ഓപ്ഷൻ എന്താ വരുന്നത്? ടിയ ഇത് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നത് 2 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ഓക്കെ, വേറെ മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഫുള്ള് സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,80,000 രൂപ. 280 ഓട്ടോമാറ്റിക് 2018 ഫുൾ ഓപ്ഷൻ റെഡിഗോ നിങ്ങൾക്ക് കൊണ്ടുപോകും. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി. ഒരു 2.5 വരെയൊക്കെ ലോൺ കിട്ടൂലേ? 2,70,75,000 രൂപ ലോൺ കിട്ടും. ഏകദേശം ഫുൾ ലോൺ കിട്ടും. ഏകദേശം കിട്ടും. ഓക്കെ, ഒരു ചെറിയ അല്ലെങ്കിൽ ചെറിയ നെഗോസിയേഷൻ എന്തായാലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ലോൺ തന്നെയാവും അല്ലേ? ഓക്കെ, അടുത്തതാ ഒരു 7 സീറ്റർ വലിയ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടാറ്റയുടെ ഹെക്സ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2019 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. 1,25,000 കിലോമീറ്റർ ഫുള്ള് സർവീസോ 1,20 സർവീസ് ഇപ്പൊ ചെയ്തിട്ടുള്ളതോ. എക്സം ആണല്ലോ ഓപ്ഷൻ? എക്സം ഓപ്ഷനിൽ. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സ് വരുന്നില്ലല്ലോ? അലോയ്സ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അല്ലേ? അതൊരു വില കൂടിയ അലോയ്സ് ചെയ്തിട്ടുണ്ട്. 7 അല്ല, 8 സീറ്റർ തന്നെയാണ്. ഓക്കെ, 10 സീറ്റാണ് നടുവിലും. അത്യാവശ്യം സേഫ്റ്റിയും എല്ലാം വരുന്നൊരു അത്യാവശ്യം ഫീച്ചേഴ്സും ഉള്ള വണ്ടിയാണ്. ഫീച്ചേഴ്സും നല്ല വരും. എക്സാമിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരും. ഓക്കെ, ഫുൾ സർവീസ് ഉണ്ട് അല്ലേ? ഫുൾ സർവീസ് 1,20 ഇപ്പൊ ചെയ്തേക്കണം വണ്ടി. മേജറൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞു. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് പൊതുവേ? ഇതൊക്കെ മാക്സിമം ഒരു 17-18 അത്രയും കിട്ടും. ലോങ്ങിലൊക്കെ പോകണമെങ്കിൽ കിട്ടും. ലോങ്ങില്, അതായത് ലോക്കലല്ല പറയുന്നത്, ലോങ്ങില്. ഓക്കെ, ലോങ്ങിലൊക്കെ പോകണം അത്രയും കിട്ടും അല്ലേ? ഓക്കെ, നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നത്? ഇത് നമുക്ക് 7,40,000 രൂപ. 740. 21 അല്ലേ പറഞ്ഞേ? 2019 സോറി, 19 മോഡൽ ഹെക്സ എക്സം ആണ്. മാനുവൽ ഡീസൽ വാഹനം. അപ്പോൾ ലോൺ ഒരു ഇതിന് 7 ലക്ഷം രൂപ ലോൺ കിട്ടും. അത്രയും കിട്ടും. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള വണ്ടികളാണ്. അത് ശരി, അങ്ങനെ നമ്മൾ ആദ്യം തന്നെ വണ്ടികളുടെ ലോണിന്റെ ഫെസിലിറ്റിക്ക് എത്ര കൊടുക്കാൻ പറ്റും അതൊക്കെ ചോദിച്ചിട്ടാ. വണ്ടിക്ക് കിട്ടും. ബാക്കി മറ്റേ ട്രാക്കാണ് ഇതിൽ ഇമ്പോർട്ടന്റ്. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നല്ല എന്തായാലും പ്രീമിയം സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ വണ്ടിയിൽ? വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ? ഇല്ല, ഒന്നും ചെയ്യാനില്ല. ഒരു വർക്കും ഇല്ല. അഡീഷണൽ അലോയ്സും ചെയ്തിട്ടുണ്ട്. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ഡീസൽ വാഹനം, ഫോർഡ് ഫിഗോ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 ആണ്. സിംഗിൾ ഓണർ. ഓക്കെ, 1 ലക്ഷം ഫുള്ള് സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. 1 ലക്ഷം കിലോമീറ്റർ ഓടി. മേജറൊക്കെ കഴിഞ്ഞോ? എല്ലാം ഇപ്പൊ 1 ലക്ഷത്തിന്റെ സർവീസ് ചെയ്തേക്കണത്. അത് കൊണ്ടുവന്നിട്ട് അത് കഴിഞ്ഞിട്ട് കൂടി ഒരു 1000 കിലോമീറ്റർ ഓടിയുണ്ടാവുള്ളൂ. ഓക്കെ, ഓണർഷിപ്പ് എത്രയാ? ഇത് ഫസ്റ്റ് ഓണർ 2017 മോഡൽ. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് ടൈറ്റാനിയം ടോപ്പിന്റെ തൊട്ട് താഴെ അല്ലേ? ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അലോയ്സ് വരില്ല എന്നുള്ളൂ അല്ലേ? ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല ഓൾമോസ്റ്റ്. ഓക്കെ, മൈലേജ് ഉണ്ടാവേ. അമേരിക്കൻ ബ്രാൻഡാണ്, പക്ഷെ മൈലേജ് നല്ല ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പെട്രോൾ വണ്ടി ഓടിച്ച് കൊണ്ട് നടക്കാം. അങ്ങനെ ഫോർഡിന് പൊതുവേ പറയാം മെയിൻ്റനൻസ് കൂടുതലുണ്ട്, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡ്രൈവിംഗ് ഒക്കെ ഒരു ഹെവി വണ്ടി ഓടിക്കുന്ന ഫീലാണ് നമുക്ക് ഉണ്ടാവുക. ഫോർഡ് എടുക്കുന്നവർ ആ ഒരു ഇതിന്റെ ഇതായിരിക്കും അല്ലേ? ആരാധകരായിരിക്കും. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, അത് ഒരു വണ്ടിയും ഇല്ല. ക്ലെയിം ഒരു വണ്ടിയില്ല. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് 3,50,000 രൂപ. 3.5 ലക്ഷത്തിന് 2017 ടൈറ്റാനിയം ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ഫിഗോ. പേരുട്ടെ പോളോ എന്നാ വരുന്നത്. ഫിഗോ ഉണ്ടോ? ഓക്കെ, ലോൺ എത്ര? ഇതിനൊക്കെ ഏകദേശം 2,25,000 ഇടയിൽ ലോൺ കിട്ടും. 2,75. ഇതിന് പൊതുവേ സർവീസ് കോസ്റ്റ് ഉണ്ടോ? ശരിക്കും കൂടുതലുണ്ടോ? കോസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സാധാരണ നമ്മുടെ മാരുതി ഹുണ്ടായിനെ ബേസ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഇതിന്റെ പാർട്സും ഒരു ഹെവിയാണ് അതിനേക്കാളും. മറ്റേത് ഒരു 1.5 ലക്ഷം ലൈഫുള്ള പാർട്സ് വെച്ചാൽ ഇത് 2 ലക്ഷം ലൈഫ് കിട്ടും. അപ്പൊ അതിനുള്ള വില കൂടും. അതേ ഉള്ളൂ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു പെട്രോൾ റിറ്റ്സ്, ഒരു വെറൈറ്റി കളറാണ് അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2014 മോഡല്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത്. 72,000 കിലോമീറ്റർ ഓടിക്കുന്നത്. 72,000 14 മോഡല്. വലിയൊരു ഓട്ടം അല്ല. ഇതിന്റെ വേരിയന്റ് LXi ആണ് വരുന്നത്. ബേസ് ആണല്ലേ? വണ്ടി നീറ്റ് ആണല്ലേ? വണ്ടി ക്ലീൻ വണ്ടിയാണ്. 72,000. ഇതൊക്കെ സർവീസ് ഉള്ള വണ്ടികളാണ്, ഷോറൂം സർവീസ് ഉള്ള വണ്ടികളാണ്. പവർ വിൻഡോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, 4 അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോസ്, അതേപോലെ സെൻട്രൽ ലോക്ക്, റിമോട്ട്, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു VXi മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധനം. എന്തായാലും പെട്രോൾ റിറ്റ്സ് ആണ്. 2014, 72,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,25,000 രൂപ കൊടുക്കാം. 3.25 ലക്ഷം അല്ലേ? 2014 72,000 മാത്രം ഓടിയ നീറ്റ് വണ്ടിയാണ്. വേറെ ഒരു വർക്കും സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ നിൽക്കുന്നത്. അതെ. അപ്പോൾ വണ്ടി ആക്സിഡന്റോ ക്ലെയിമോ മൈനറും ഇല്ല, മേജറും ഇല്ല, ഒന്നുമില്ല. റിറ്റ്സിന് പൊതുവെ ഒരു 12-15 ഒക്കെ മൈലേജ് കിട്ടും. ഒരു 13-15 ഇടയിലായിട്ട് ഏകദേശം മൈലേജും കിട്ടും. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും അല്ലേ? ഇതൊക്കെ ഒരു 2.5
ആ റേഞ്ചിൽ കിട്ടും. ഒരു 50,000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും വണ്ടി. ഓക്കെ, നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കാണിച്ച എല്ലാം ചെറിയ വണ്ടികൾ തന്നെയാണ് അല്ലേ? അതെ അതെ. ഐട്ടൺ ഗ്രാൻഡ് KL 22 രജിസ്ട്രേഷൻ, സെയിം നമ്മൾ റിഡ്സിന്റെ അതേ കളർ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2016 മോഡലാണ്. ഇത് ഐട്ടൺ ഗ്രാൻഡിൽ സ്പോർട്സിൽ വരുന്നത്. സ്പോർട്സ് 16 മോഡൽ അല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ, ആസ്റ്റന്റെ തൊട്ട് താഴെ വരുന്നത്. ഉണ്ടാവില്ല, അലോയ് വീൽ ഉണ്ടാവില്ല, ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സെക്കൻഡ് ഓണറിൽ വരുന്നത്. ഓക്കെ, ഇത് 76,000 കിലോമീറ്റർ ഓടിക്കുന്നു. 70,000 വരെ സർവീസ് ഉള്ള വണ്ടിയാണ്. 70,000 വരെ സർവീസ് ഉണ്ട്. ബാക്കി കൊല്ലത്തുള്ള സർവീസ് കറക്റ്റ് പോയിട്ടുണ്ടോ? അതെ അതെ, ഇതിപ്പോ എല്ലാം കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ട് വരുന്ന വണ്ടിയാണ് ശരിക്കും. ഓക്കെ, ഗ്രാൻഡ് ആണ്. നേരത്തെ സർവീസിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 3,15,000 രൂപ. 3,15 ഉണ്ടോ അല്ലേ? ഓക്കെ, 2016 സ്പോർട്സ് ഓപ്ഷനാണ്, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഓക്കെ, വേറെ വർക്കൊന്നുമില്ല, മെക്കാനിക്കലും ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടി സർവീസ് ചെയ്തിട്ടാണോ കൊടുക്കുക അതോ നമ്മൾ ഇത് അഡ്വാൻസ് ആയതിനു ശേഷം ഒരുവിധം ഫുള്ള് ചെക്കപ്പ് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഓയിൽ മാറ്റാറായി ഓയിൽ മാറ്റിയിട്ട് കൊടുക്കുള്ളൂ. പിന്നെ പേപ്പറൊക്കെ പിന്നെ ഒക്കെയും ക്ലിയർ ആയിരിക്കും. എല്ലാം ഇൻഷുറൻസ് ഒരു ദിവസം അടക്കം മുടക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ട്രെയിനിൽ അടക്കം കൊടുക്കില്ല വണ്ടി. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. ഇനി വല്ല ലേറ്റാ വല്ല അങ്ങനത്തെ വല്ല ഉണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ള വല്ല ഉണ്ടെങ്കിൽ നമ്മൾ ഒരു വരുന്നതിന് മുമ്പ് ചെക്ക് ചെയ്തിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളും വണ്ടി എവിടെ നിന്ന് എടുത്താലും ഒരു സർവീസ്, ജനറൽ സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തിട്ട് അല്ലെങ്കിൽ പണി വരും അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് വെള്ളം, അതേപോലെ കൂളന്റ് അല്ലെങ്കിൽ ഓയിൽ, ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കൊടുക്കുക. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു കോമ്പാക്ട് SUV ഫോർഡ് എക്കോ സ്പോർട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 ആണ്. ഇത് ഫസ്റ്റ് ഓണറിൽ നിൽക്കുന്ന വണ്ടി തന്നെയാണ്. ഓക്കെ, ഇത് 1,05,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1.5 പ്രോപ്പർ സർവീസാ? പ്രോപ്പർ സർവീസ്, ഫുൾ സർവീസ് അല്ലേ? പിന്നെ ടൈറ്റാനിയാണ് ഇതിന്റെ വേരിയന്റ്. ടൈറ്റാനിയം ടോപ്പിന്റെ താഴെ, തൊട്ട് താഴെ. അതെ, ടൈറ്റാനിയം പ്ലസ് ആണ് ടോപ്പിന്റെ വരിക. ഇത് തൊട്ട് താഴെ. ടൈറ്റാനിയത്തിൽ അലോയ് വരില്ല? വരുന്നില്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ സർവീസ് ഇതെല്ലാം കഴിഞ്ഞോ? മേജറൊക്കെ കഴിഞ്ഞോ? 1,00,000 കഴിഞ്ഞതാണ്. എല്ലാം കഴിഞ്ഞു. 1.5 അതും ഫുള്ള് സർവീസ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം തൊട്ട് ചെയ്തിട്ടുണ്ടല്ലേ? പ്രോപ്പർ. ഓക്കെ, ഫോർഡിന് നമ്മൾ നേരത്തെ ഫിഗോ കാണിച്ചപ്പോഴും നിങ്ങൾക്ക് ഫോർഡിൻ്റെ സർവീസ് സെൻറ്റർ ഇപ്പോഴും ഉണ്ട്. സെയിൽ നിർത്തിയതേ ഉള്ളൂ. സർവീസ് ഒക്കെ എപ്പോഴും കിട്ടും, ഹിസ്റ്ററിയും കിട്ടും, എല്ലാം എടുക്കാം. ഓക്കെ, നമുക്ക് ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 4,30,000 രൂപ കൊടുക്കാം. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവും, 18-20 റേഞ്ച് മൈലേജ് കിട്ടും വണ്ടിക്ക്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് ടാറ്റ ടിയാഗോ ഫസ്റ്റ് ഷേപ്പ് KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 ആണ്. 2018 12-ാം മാസം വണ്ടിയാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്നത്. പെട്രോൾ. ഓക്കെ, 2018 പെട്രോൾ വണ്ടി. ഏത് ഓപ്ഷൻ? XM തന്നെയാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ്. പവർ വിൻഡോസ് ഒക്കെ വരും അല്ലേ? 4 ഒരു സ്റ്റീരിയോ വരും, സെൻട്രൽ ലോക്ക് വരും, അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, കിലോമീറ്റർ ഇത് 75,000 കിലോമീറ്റർ. 75,000. ഓക്കെ, 2018 75,000 സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്നു. ഓപ്ഷൻ സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് പോണ വണ്ടി. ടിയാഗോ ആണ്. മൈലേജ് ഒരു 14-17 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. അതേപോലെ ഒരു 4 സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. സേഫ്റ്റി ഈ ഷേപ്പിന് 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, പുതിയതിന് 5 സ്റ്റാർ ഉണ്ട് ടിയാഗോല്. ഓക്കെ, സേഫ്റ്റി എന്താ പറയുക, മൈലേജ് ഉള്ള ഒരു അടിപൊളി ഹാച്ച് ബാക്ക് ആണ്. എത്ര കൊടുക്കാം നമുക്കിത്? ഇതും നമുക്ക് 3,40,000 രൂപ. 3,40,000 2018 വണ്ടിയാണ്. ഓക്കെ, ലോൺ ഒരു 3 lakhs. ഇതിന് 3,25,000 വരെ ലോൺ കിട്ടും. വാല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ ഇവിടെ 18 കൊടുത്തത് ഇപ്പൊ കൊണ്ടുപോയുള്ളൂ. അതിന് നമ്മൾ 3,40 വരെ ഇട്ട് അവർക്ക് ട്രാക്ക് വെച്ചിട്ട് നല്ലതാണ്. എല്ലാ ബാങ്കുമായിട്ട് ചെയ്തില്ല ചെയ്യുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു 16-17 ബാങ്കായിട്ട് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് എടുക്കുകയാണെങ്കിൽ അവരെ ഡോക്യുമെന്റ്സ് ഓൺലൈൻ അയച്ചു തന്നാൽ പോരാ? നമുക്ക് ആകെ കൂടി ആധാർ കാർഡിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ മാത്രം മതി. വീണ്ടും ഒരു ഐട്ടൺ ഗ്രാൻഡ് KL 42 രജിസ്ട്രേഷൻ വാഹനം. ഇതൊക്കെ മോഡലൊക്കെ? ഇത് 2014 മോഡലാണ്. ഓക്കെ, അതുപോലെ ഡീസലിൽ വരുന്നതാണ്. ഡീസൽ ഗ്രാൻഡ് അല്ലേ? ഡീസൽ 4 സിലിണ്ടർ 3 സിലിണ്ടർ? ഇത് 4 സിലിണ്ടർ. മൈലേജ് ഉണ്ടാവും എന്തായാലും. ഇതും ഏകദേശം അമേഴ്സ്, മൈക്ര, ഇതൊക്കെ ഡീസലിൽ മൈലേജ് ഉള്ള വണ്ടികളാണ്. 22 റേഞ്ച് മൈലേജ് കിട്ടുന്ന സെക്കൻഡ്. അതായത് ഡീസലിൽ കിട്ടുന്ന മൈലേജ് ഉള്ള വണ്ടികളാണ്. 1 ഐട്ടൺ ഗ്രാൻഡ്, 2 അമേഴ്സ്, 3 മൈക്ര. ടിയാഗോ ഡീസലുണ്ട്. പക്ഷെ ടിയാഗോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. സൗണ്ട് അത് 3 സിലിണ്ടർ ഡീസൽ. 3 സിലിണ്ടർ, പക്ഷെ അതിന് സൗണ്ട് കൂടുതലായ ആൾക്കാർക്ക് അങ്ങനെ തൃപ്തിയാവില്ല. ഇതൊക്കെ ഇപ്പറഞ്ഞൊക്കെ 4 സിലിണ്ടറിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഓടിക്കുമ്പോൾ സ്മൂത്ത് ആയിരിക്കും അല്ലേ? ഓക്കെ,
18 പറഞ്ഞേ? 14. സോറി 14. പിന്നെ ഇറങ്ങിയിട്ടില്ല അല്ലേ ഡീസലിൽ? ഇല്ല. എത്ര വരെ ഇറങ്ങി? 15 വരെ. 15 വരെ. ഓക്കെ ശരി. ഓക്കെ, അപ്പോൾ 15 ഏത് ഓപ്ഷൻ? ഇത് സ്പോർട്സ് തന്നെയാണ്. സ്പോർട്സ് ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. ഇതിലും നല്ല ടയേഴ്സ് ഉണ്ട്, ഫ്രണ്ടിൽ പുറകിൽ ആവറേജ് ഉള്ളൂ അല്ലേ? ഓക്കെ. കിലോമീറ്റർ ഇത് 1,10,000 കിലോമീറ്റർ എല്ലാം ചെയ്തല്ല, ഒക്കെ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാ. 14 പുഷ്പട്ടം വരുമോ ഇതിൽ? ഇല്ല ഉണ്ട്. 14 ഇതിനങ്ങനെ പ്രത്യേകത ഉണ്ട്. ഇതിന് പഴയ മോഡലിൽ പുഷ്പട്ടം വരും. ഓക്കെ, പുഷ്പട്ടനുണ്ട്. ഓക്കെ, എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,10,000 രൂപ. 3,10 കൊണ്ടുപോകും അല്ലേ ഈ ഒരു വാഹനം? സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്നത്. സ്പോർട്സ് ഡീസൽ i10 കറന്റ് മൈലേജ് ഉള്ള വണ്ടി, ഫുൾ കമ്പനി മെയിൻറ്റൈൻഡ് പോയ വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് ഇതാ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് കാറ്റഗറി ഉണ്ട്, i20 KL 16 ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. അതുപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. പിന്നെ 74,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. പെട്രോൾ. ഓക്കെ. മാഗ്നയാണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്. മാഗ്ന സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ ഓൾമോസ്റ്റ് ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് അടക്കം വരും അല്ലേ? ഉണ്ടാവും. ഓക്കെ. ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു വണ്ടിയും ക്ലെയിമുള്ള വണ്ടികൾ ഉണ്ടാവില്ല. അല്ല, വല്ല ഗ്ലാസോ മാക്സിമം നമ്മൾ ഇല്ലാത്ത എടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾ വെച്ചാൽ നമ്മളിപ്പോൾ പറയാൻ അല്ലെങ്കിൽ ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ലോകം ഓടി വരും, വണ്ടി വില ഇതൊക്കെ കേട്ടിട്ട് ഓടി വരും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ എത്തിയിട്ട് പിന്നെ വിളിക്കാണ്ട് വരും. അപ്പോൾ എത്തിയിട്ട് റീപ്ലേസ്മെന്റ് എന്ന് കേട്ടാൽ ചില ആൾക്കൊരു ഇതുണ്ടാവും, എടുക്കാൻ ഒരു വണ്ടി. അപ്പോൾ പിന്നെ വന്ന വൃത്തിയാവും. അതുകൊണ്ടാണ് ഉറപ്പിച്ച് ചോദിക്കുന്നു. ഓക്കെ. എത്രയാണ് ഇനി ചോദിക്കുന്നത് ഇപ്പോൾ? ഇത് നമുക്ക് 4,75,000 രൂപ. 4,75. 2018 സിംഗിൾ ഓണർ മാഗ്ന 74,000 ഓടിയുള്ള ഫുള്ള് സർവീസ് ഉള്ള വണ്ടി. പെട്രോൾ i20 ആണ്. ഒരു 11 to 14 റേഞ്ച് മൈലേജ്. അടുത്തത് സെലറിയോ KL 39 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ ആണ്? ഇത് 2017 ആണ് വണ്ടി. ഓക്കെ. 51,000 കിലോമീറ്റർ ഓടിക്കുന്നതാണ്. 17 51,000 ഫുള്ള് സർവീസും കാര്യങ്ങളും ഉള്ള സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വണ്ടി. പിന്നെ LXI ആണ് ഇതിന്റെ വേരിയന്റ്. LXI അല്ലേ? ഓക്കെ. 2 ഡോർ പവർ വിൻഡോ. 2 ഡോർ പവർ വിൻഡോ. ഓക്കെ. 2017 ലോ കിലോമീറ്റർ സെലറിയോ ആണ്. മാനുവൽ. വാഗണറിനൊക്കെ മൈലേജ് ഉണ്ടാവും. 14-17 റേഞ്ച് മൈലേജ് കിട്ടും. അതെ. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക്? ഇത് നമുക്ക് 3,20,000 രൂപ കൊടുക്കാം. 3,20. 17 ലോ കിലോമീറ്റർ സെലറിയോ 3,20 കൊണ്ടുപോകാം. ഈ പറയുന്ന പ്രൈസ് ഒന്നും നമ്മൾ ഫൈനലല്ല, ജസ്റ്റ് വേരിയേഷൻ ഒക്കെ വരില്ല. അങ്ങോട്ട് ഓൺ ടേബിൾ എന്തായാലും മാറ്റി വരും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം റിനോ ലോഡ്ജിയാണ്. ഒരു 7 സീറ്റർ വിത്ത് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് അല്ലേ? 85 വരുന്നതാണ്. 85 PS ആണ്. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം. നമ്മുടെ ഡസ്റ്ററിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരു 18 റേഞ്ചിൽ മൈലേജ് കിട്ടും. സെയിം എഞ്ചിനാണ് ഇതിൽ വരുക ഡസ്റ്ററിന്റെ തന്നെ. ഇത് 85 110 വരെ. ഇത് 85 മൈലേജ് കൂടുതലും ഈ ഡസ്റ്ററിന്റെ സെയിം എഞ്ചിൻ. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2017 മോഡലാണ്. ഓക്കെ. അതേപോലെ തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 17 ഇത് ലാസ്റ്റ് ആണെന്ന് തോന്നുന്നു. 18 വരെ ഉണ്ട്. 18 വരെ. ഓക്കെ. 2017 സിംഗിൾ ഓണർഷിപ്പിൽ വരുന്നത് 2,35,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,35 ഓടിയിട്ടുണ്ട്. നല്ല ഓട്ടം ഉണ്ട്. പക്ഷേ പ്രോപ്പർ മെയിൻറ്റൈൻ ആണ്. പ്രോപ്പർ മെയിൻറ്റൈൻ മാത്രമല്ല, ഒരു 5 ലക്ഷം കിലോമീറ്റർ വരെ റിനോൾട്ടിനൊന്നും ഒരു പ്രശ്നം വരാറില്ല. ഓടിക്കോളും അല്ലേ? ഓക്കെ. നമ്മൾ ടൊയോട്ട കൊണ്ടാകുമ്പോൾ കൂടുതൽ കേട്ടോ, ടൊയോട്ട ഹോണ്ട. അപ്പോൾ റിനോട്ടിലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ബാക്കി ഡീറ്റെയിൽ പറഞ്ഞോളൂ. ബാക്കി പ്രൈസ് കാര്യങ്ങളൊക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ തന്നെ. ഓക്കെ. പ്രൈസ് എങ്ങനെയാ? 3,70,75,000 രൂപ. 3,45 ലക്ഷം. 2017 7 സീറ്റർ നിങ്ങൾക്ക് കൊണ്ടുപോകും. 3,70,75,000. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നത്. പവർ വിൻഡോസ് ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ. നിലവിൽ മെക്കാനിക്കൽ വർക്കിംഗ് എല്ലാം പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാ. കറക്റ്റ് കമ്പനി തന്നെ. 2,30 വരെ ഇപ്പൊ സർവീസ് ചെയ്യുന്നുണ്ട്. 2,34 സെക്കൻഡ് മേജർ കഴിഞ്ഞു. സെക്കൻഡ് മേജർ 2,10 അങ്ങോട്ട് ചെയ്ത് വെച്ചിട്ട് ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ മാറ്റി. ഇതിന് ലോൺ കിട്ടാൻ ചാൻസ് ഇല്ല. 2.5 ലക്ഷം രൂപ ലോൺ കിട്ടും. ലോൺ കൊടുക്കുന്നുണ്ട്. നോർമൽ ബാങ്ക് കിട്ടും. HDFC ICICI ഒക്കെ കൊടുക്കുന്നുണ്ട്. ശരി. ഓക്കെ. അപ്പൊ എന്നാ പ്രശ്നമില്ല. ഒരു 7 സീറ്റർ കൊണ്ടുപോകും അല്ലേ? ഓക്കെ. റേറ്റും കുറവ് ആകുമ്പോൾ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോളൂ. ഇത് മാത്രമല്ല വേറെയും ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇപ്പം മൊത്തത്തിൽ മഴയായതുകൊണ്ടാണ് പുറത്ത് കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് അല്ലേ? മാറ്റിയിട്ട് ഇവിടെ ഇങ്ങനെ റോഡിന്റെ പണി നടക്കുന്നതുകൊണ്ട് ആകെ ഒരു കൺജസ്റ്റഡ് ആയി കിടക്കണം. പൊടിയും കാര്യങ്ങളും ഒരു 10 മിനിറ്റിനുള്ളിൽ പൊടിയും വരും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം.
നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. റോയൽ കാസ് ഇരിഞ്ഞാലക്കുട ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ചേട്ടാ. എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ബൈ.